പേരാമ്പ്രയിലെ ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റു എന്ന് പറയുന്ന ഈ വിഷയം ഇപ്പോൾ മൂക്കിലെ ഓപ്പറേഷനും അത് സംബന്ധിച്ചുള്ള വിവാദങ്ങളും ഒക്കെയായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. മുഖത്തെ രോമം വടിച്ചിട്ടാണോ ഓപ്പറേഷൻ നടത്തേണ്ടത്, അല്ലാതെ നടത്താമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ സ്വാഭാവികമായും ഉയരുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം തന്നെ നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ലൈംഗിക ആരോപണ വിധേയനാവുകയും യുവതികളെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്ന് പറയപ്പെടുന്നവനുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നീണ്ടകാലത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ ആശുപത്രിയിലായ ആ ഒരു ഗ്യാപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഷാഫി പറമ്പിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമങ്ങൾ നടത്തി. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എന്നുകൂടി ആലോചിക്കണം. കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാരെക്കാളും ഉത്തരവാദിത്വത്തോടു കൂടി കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ ചോദിക്കുന്ന പോലെ മറ്റു കോൺഗ്രസ് നേതാക്കളൊക്കെ വെറും പുകയാണോ? കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് റിപ്പോർട്ടർ TV പ്രതിനിധികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ ആക്രമണം നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തോടെ മാങ്കൂട്ടം ഷാഫി ടീമിൻ്റെ കണ്ണിലെ കരടായി റിപ്പോർട്ടർ TV മാറിയിരുന്നു. ഈ പേരാമ്പ്ര സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടർ TVയെ ഒന്ന് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഈ മർദ്ദനത്തിലൂടെ ആ ടീം നടത്തിയത്. പക്ഷേ എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടർ ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ ചാനൽ മേധാവി ആൻഡോ അഗസ്റ്റിൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. വാർത്തകളെല്ലാം നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല, ഞങ്ങൾ മൂടി വെച്ചിട്ടില്ല. ഈ പറയുന്ന ഒരു മാധ്യമങ്ങളും കേരളത്തിലേക്ക് കൊടുക്കാത്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഓഡിയോ എടുത്ത് കൊടുത്തു. അതുകൊണ്ടാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കുന്നത് അല്ലേ? ആ പെൺകുട്ടി ഇന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി ഓഡിയോകളുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം. വീഡിയോകളുണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാ? ആ കുട്ടി പറയണം, സാർ നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളൂ, ഈ ഇരയായ കുട്ടികൾ പറയട്ടെ, ഞങ്ങൾക്ക് കൊടുക്കുക. അത് ഞങ്ങളെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം. ഇനി ഇവർ മിണ്ടുന്നില്ല, ഞങ്ങളൊന്ന് കോംപ്രമൈസ് ആവുമെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് അവിടെ നിങ്ങൾക്ക് തെറ്റി. ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അതായത് മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള പരാതികളിൽ പുറത്തു വരാത്ത പല കാര്യങ്ങളും, ദൃശ്യങ്ങളും അതുപോലെ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളുമൊക്കെ റിപ്പോർട്ടർ TV പുറത്തുവിടാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാവ് കാണിച്ച തെറ്റിന് ചാനലിൻ്റെ മുകളിൽ കയറുന്ന മാങ്കൂട്ടം ഷാഫി ഫാൻസിന് ഇനി വരാൻ പോകുന്നത് അത്ര നല്ല കാലമല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. കോൺഗ്രസിന് നമ്മൾ എന്നും പറയുന്നത് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ഇപ്പോൾ ഒരു ആൾക്കൂട്ട സംഘമായിട്ട് കോൺഗ്രസ് മാറുക എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണെന്ന് കോൺഗ്രസിൻ്റെ ഗതികേട്. കോൺഗ്രസിൻ്റെ ശത്രു എന്നും കോൺഗ്രസ് തന്നെയാണ് കേട്ടോ. CPM BJP ഒന്നുമല്ല. യുവന്മാർ കാണിക്കുന്ന പൊട്ടത്തരത്തിന് ഒരു വ്യവസ്ഥയില്ല, ഒരു വെള്ളിയാഴ്ചയില്ല. എന്താണ് നടക്കുന്നത്? എന്താ ഇപ്പോൾ റിപ്പോർട്ടർ TV ചെയ്ത കുറ്റം? ഒരു MLA ഒരു കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെറിയ പെമ്പിള്ളാരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോർഷൻ നടത്തി എന്ന് വാർത്ത ബ്രേക്ക് ചെയ്ത പ്രശ്നം. അവരുടെ നിലവിളിയും കരച്ചിലും വാർത്ത അവരെ വോയിസ് റെക്കോർഡും പുറത്തുവിട്ടതാണ് പ്രശ്നം. എന്താ പ്രശ്നം റിപ്പോർട്ടർ TV ചെയ്ത്? NM വിജയൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ മകൻ വിഷം കൊടുത്ത് അദ്ദേഹം കൂടെ ആത്മഹത്യ ചെയ്ത പ്രശ്നം, അത് വാർത്ത ചെയ്തതാണ് പ്രശ്നം. എന്നിട്ട് ഇതിനൊക്കെ ഈ കോൺഗ്രസ് നടപടി എടുത്തല്ലോ. 1 കോടി കൊണ്ട് കൊടുത്തില്ല NM വിജയൻ്റെ വീട്ടിൽ. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയില്ലേ? പിന്നെ എന്താ ഇപ്പോൾ റിപ്പോർട്ടർ TV ചെയ്ത തെറ്റെന്താ? പിന്നെ ഇവർ റിപ്പോർട്ടർ TVനെ കാണുമ്പോഴത്തേക്ക് ഹാലിളകുകയാണ്. എന്താ ഹാലിളകാനുള്ള കാരണം? ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിൻ്റെ നിലപാടേ അല്ല. ഇതെന്താണെന്ന് അറിയാം, ഞാൻ പണ്ടേ പറയുന്നു, റീൽ പാർട്ടി ഉണ്ട് ഈ കോൺഗ്രസിൻ്റെ അകത്ത്. ഈ റീൽ പാർട്ടീൻ്റെ കുറച്ചൊരു ഗുണ്ടാസംഘമുണ്ട്. അത് സൈബർ ഗുണ്ടായിസം നടത്തും, ഫീൽഡിലും ഗുണ്ടായിസം നടത്തും. അത് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണെന്ന് എനിക്കൊരു സംശയമില്ല. ഇവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടകരയിൽ ചെല്ലുമ്പോൾ റിപ്പോർട്ടർ TVയുടെ വാഹനം തല്ലിപ്പൊളിക്കും. വടകര ഇവരെ സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പാലക്കാട് ഷാഫി പറമ്പിലുള്ള സമയത്ത്, ഇലക്ഷൻ്റെ സമയത്ത് എന്നാൽ അവിടെ ചെന്നാൽ തല്ലിപ്പൊളിക്കും. വേറെ കേരളത്തിൽ എവിടെയും കാണുന്നില്ലല്ലോ ഒന്നേ. എന്താ സംഭവിക്കുന്നത്? എന്താ കേരളത്തിൽ മാധ്യമപ്രവർത്തനം നടത്തണ്ടേ? ഇവരെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിലിനെതിരെ ഇന്നലെ ആക്രമണം നടത്തിയെന്ന് തീരുമാനിക്കാതെ അറിഞ്ഞ ഉടനെ റിപ്പോർട്ടർ TVയിൽ ചർച്ച 8 മണിക്ക് മീറ്റ് ദ എഡിറ്റേഴ്സ് കയറുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ പോസ്റ്റിൽ ഇവിടെ ഇരിക്കുമ്പോഴാണ് വാർത്ത വരുന്നത്. ആ സമയം തുടങ്ങിയിട്ട് റിപ്പോർട്ടർ TV ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ഷാഫി പറമ്പിലിൻ്റെ വാർത്ത മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കേരളത്തിലെ വേറെ ഒരു മാധ്യമം കൊടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 മണിയായപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഇതിന് ഉണർന്നു വന്നത്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അവർ ആ ചർച്ച മാറ്റി വെക്കാൻ തയ്യാറായിട്ടില്ല.
കാരണം എന്തുകൊണ്ടാണ് ഇതിൽ വലിയ സംഭവമായിട്ട് അവർ കണ്ടിട്ടില്ല. റിപ്പോർട്ടർ ടി വി 1 മണിക്കൂർ ചർച്ച ചെയ്തതാണ്. അതിനുശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചത് തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോൺഗ്രസ് എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ കുഴി ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ശൈലിയോടും പ്രവർത്തന ശൈലി, ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു നേതൃത്വം കോൺഗ്രസിനില്ലാന്നേ. ഇത് ആരോടാണ് ഇത് പറയേണ്ടത്? കോൺഗ്രസിൽ ഏത് നേതാവിനെ വിളിച്ചിട്ടാണ് ഇത് പറയേണ്ടത്? കോൺഗ്രസിൽ ഒരു നേതാക്കന്മാരുണ്ടോ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണോ? എന്നിട്ടിപ്പം എന്താണ് പീഡന കേസിൽ പിന്നെ സസ്പെൻഷനിൽ പോയ നേതാവ് വന്നിട്ട് ഈ വടക്കി കൂടെ കയറി വന്നിട്ട് പിന്നെ ഷാഫി പറമ്പിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടല്ലോ, ഷാഫി പറമ്പിലെ ന്യായീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ. ഞങ്ങളുടെ സ്വർണ്ണപ്പാണിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്. എന്താണ് ഈ പീഡന കേസിൽ എന്താണ് ഈ പെൺകുട്ടിയുടെ വോയിസിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണോ? അതിന് മറുപടി പറഞ്ഞിട്ട് വേണ്ടേ ബാക്കി ഇങ്ങോട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്? ഒരു മര്യാദയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇപ്പം AK അഭിലാഷും സാനിയോ മനോമിയും ചെയ്ത തെറ്റെന്താ? ഇന്നലെ രാത്രി ഈ അടിയുണ്ടായ സമയത്ത് രാത്രി 11 മണി 12 മണി വരെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവർക്കെതിരെ ഈ കോൺഗ്രസ് CPM-ന് അനുകൂലമായിട്ടോ പോലീസിന് അനുകൂലമായിട്ടോ ഒരു വാക്ക് ഇവർക്ക് കാണിച്ചു തരാൻ കഴിയും? ഒരു വാക്ക് റിപ്പോർട്ടർ TV ചെയ്തത് കോൺഗ്രസിന് എതിരെ ഉണ്ടായ അക്രമത്തെ എണ്ണമിട്ട് പറയുകയാണ് ചെയ്തത്. മര്യാദകേടിന് ഒരു കയ്യും കണക്കില്ലേ? എന്നിട്ട് എന്താണ് ഒരു സംഘം ഇവരെ സംരക്ഷിക്കുമെന്ന് വരുത്തി തീർക്കുക, സംരക്ഷിക്കാൻ വലയം തീർത്തു എന്ന് പറയുകയാണ്. എന്നിട്ട് അതേ സംഘത്തിൻ്റെ ഉള്ളിൽ അവന്മാർ കൈമടക്കിയിട്ട് നെഞ്ചത്തിന് കുത്തുന്ന ശൈലി ഏത് കോൺഗ്രസ് ചെയ്ത് ഏത് ശൈലിയിലാണ് നിങ്ങളിത് പഠിച്ചത്? എങ്ങനെയാണ് പ്രവർത്തിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത്? ഇങ്ങനെയാണോ നിങ്ങളുടെ നേതാക്കന്മാർ പഠിപ്പിച്ചത്? ഇതാണോ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും? ഇത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിലെ MP ആയാലല്ലേ? ഇപ്പോഴും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ MP അല്ലേ? ഇവരല്ലേ മാധ്യമ സാമർത്ഥ്യത്തോട് അഫ്ഗാനിസ്ഥാനിലെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ? നിങ്ങൾ ആദ്യം വന്നിട്ട് വടകരയിലെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുന്നേ ഫസ്റ്റ്, എന്നിട്ട് നിങ്ങൾ പോയിട്ട് അഫ്ഗാനിസ്ഥാനിലെയും ഇറാനിലെയും ഒക്കെ കാര്യങ്ങൾ പറ. മര്യാദക്കേട് ചെയ്യുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ച് പറയണം. KC വേണുപോലെ AICCയുടെ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? ശൈലി അങ്ങനെയാണോ? അല്ലെങ്കിൽ ആ അർത്ഥം അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ വാർത്ത ചെയ്തില്ലേ? അപ്പോഴും പ്രവർത്തിക്കാൻ ഞാൻ അവിടെ നോക്കുമ്പോൾ എന്താ അറിയോ, ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ റിപ്പോർട്ടർ TV യൂട്യൂബിൽ ഓൺ ചെയ്ത് കണ്ടുകൊണ്ട് ഈ KC വേണുഗോപാലിൻ്റെ ചർച്ച പ്രസംഗം കേട്ടോണ്ടിരിക്കുക. അപ്പം പറയണ്ടേ ഇങ്ങനെ ചെയ്യരുത്, നമ്മുടെ പ്രവർത്തകർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിളിച്ച് പറയണ്ടേ? അവിടെ മൈക്ക് ഉണ്ടായിരുന്നല്ലോ. പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഞാൻ പറഞ്ഞത്, സ്റ്റേജിലിരുന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് അക്രമം നടക്കുന്നത് കണ്ടുകൊണ്ട് ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ മനോവീര്യം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഉള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ജിമ്മി സാർ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രശ്നമുള്ള സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ വരും, ഗോവിന്ദൻ മാഷ് വരും, അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലീസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ അവരോട് തട്ടിക്കയറി അവിടെ പ്രശ്നം തുടങ്ങുക. അവിടെ പ്രശ്നം ഇത് വരുന്നതോടുകൂടി പ്രശ്നം തുടങ്ങുകയാണ്. എന്നാൽ അടി ഉണ്ടാക്കുമ്പോൾ എന്താണ് പോലീസിന്റെ അടി കിട്ടാത്ത കേരളത്തിൽ ഏതെങ്കിലും നേതാവുണ്ടോ? ഞാനിപ്പോൾ പറയല്ലോ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവിന്റെ കഴുത്ത് തല്ലിപ്പൊടിച്ച് ആലപ്പുഴ ഇട്ടായിരുന്നല്ലോ, ഇട്ടില്ലേ? അത് കോൺഗ്രസിന്റെ ആക്രമണമായിരുന്നില്ലേ? എത്രയോ നേതാക്കന്മാർ ഞാൻ പിന്നെ എന്താണ് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തല്ലേ ആകാശത്തേക്ക് വെടിവെച്ചത്? പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചല്ലോ. പോലീസ് നേരെയാണ് വെടിവെച്ചത്. അന്ന് DYFI പറഞ്ഞത് നേരെയാണ് വെടിവെച്ചത് അന്ന് പറഞ്ഞത്. അത് അന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാ. കോൺഗ്രസിൻ്റെ പാർട്ടി എന്നുള്ളതല്ല, എല്ലാ കാലത്തും പോലീസ് അങ്ങനെയാണ്. പോലീസിനെ ആരും നിയന്ത്രിക്കാൻ നിൽക്കില്ല. അന്നേരം ചോദിച്ചു പറയും, അയ്യോ പോലീസിൻ്റെ മനോവീര്യം തകർക്കും. അത് ഉമ്മൻചാണ്ടി സർക്കാരിനാണ്, AK ആൻ്റണി സർക്കാരിനാണെങ്കിലും പിണറായി വിജയൻ സർക്കാരിൻ്റെ ആണെങ്കിലും ഏത് പാർട്ടീൻ്റെ നേതാവ് പോലീസിനെ ഭരിക്കുന്നുണ്ടെങ്കിലോ അവരന്നേരം പറയുന്നത് ഒരു പോലീസ് നേതാക്കന്മാരെയും വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന് പറയില്ല, ഒരു പോലീസ് ചീഫുകാരെയും വിളിച്ചിട്ട് പറയില്ല. കാരണം എന്താ? അത് പോലീസിൻ്റെ മനോവീര്യം കടത്തും എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തറിയോ, അവിടെ നിന്ന് ഈ ഉന്തും തള്ളും കൊള്ളുന്ന മനുഷ്യന്മാരുടെ പേരും എന്താണ്? പോലീസാണെങ്കിലും മനുഷ്യന്മാരാണ് അവർ ഈ അടികൊള്ളുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് CPM-നോട് തീർക്കണേ CPM-നോടല്ല തീർക്കേണ്ടത്, നിങ്ങൾ കോൺഗ്രസിനോട് തീർക്കണമെങ്കിൽ കോൺഗ്രസിനോടല്ല തീർക്കേണ്ടത്. ഈ പോലീസുകാർ ചെയ്ത തെറ്റെന്താ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോലീസുകാരനെ ആക്രമിച്ചിട്ട് നിങ്ങൾ പോകുന്നു? കാരണം ഇന്നലെ അവിടെ ഒരു DYSPക്ക് 9 SP-മാർക്കും പരിക്കേറ്റെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട പോലീസുകാർക്ക് കിട്ടിയ അടിക്ക് ആരെങ്കിലും ഉത്തരവാദിത്തം പറയുന്നുണ്ടോ? ഒരാളും പറയുന്നില്ലല്ലോ. അടിച്ച പോലീസുകാർക്കെതിരെ നടപടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഈ പോലീസുകാരാണ് ഞങ്ങളെ തല്ലിയത്, ഈ SP ആണ് ഞാൻ നേതൃത്വം നൽകിയത് നമ്മൾ പറയുന്നില്ലേ? ഇതുപോലെ പാവപ്പെട്ട പോലീസുകാരുണ്ടാവുമല്ലോ അതിൻ്റെ അകത്ത്, അവർക്ക് ഈ ഒന്നും തൊള്ളും കൊള്ളുന്നുണ്ടല്ലോ. വല്ല കാര്യമുള്ള കാര്യത്തിലാണോ? എന്ത് കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്? വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നത്തിന്, വിദ്യാർത്ഥി ഇലക്ഷനുമായി ബന്ധപ്പെട്ടത് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സമരത്തിൽ ഇറങ്ങുന്നത് എന്തിനാ? ഇവിടെ ഈ KSU ഇല്ലേ, ഇവിടെ SFI ഇല്ലേ, ഇവിടെ MSF ഇല്ലേ? ഇവരൊക്കെയല്ലേ ഇറങ്ങുന്നത്, അവരവിടെ നടത്തിക്കൊള്ളുന്നത്. അതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ CPM കോൺഗ്രസ് പറഞ്ഞ സംഘർഷത്തിന് ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി പറയാം, എന്തിനാ ഈ ചെറിയ പിന്നെ എന്താണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്തിനാ?
അപ്പോൾ ഇതിനിറങ്ങി നിന്ന് ഊർച്ച വിട്ടു. ഒറ്റ കാരണമേ ഉള്ളൂ, 40-50 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് ഇലക്ഷനാണ്. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കോ, സമര പരമ്പരകളായിരിക്കും. കഴിഞ്ഞ 4 വർഷമായിട്ട് കാണാത്ത സമര പരമ്പരയാണ് ഇന്നലെ രാത്രി ഒറ്റ ദിവസം കൊണ്ട് കണ്ടേ. എങ്ങനെയാണ് ഈ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ റെഡിയാക്കി വെക്കുന്നത്? അവിടെ ഏത് കോൺഗ്രസ് പോലത്തെ പാർട്ടിയാണ്, കോൺഗ്രസ് പോലത്തെ പാർട്ടി അടിയുണ്ടാക്കി അരമണിക്കൂർ ക്ലിഫ് ഹൗസ് മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച് അരമണിക്കൂറുള്ളിൽ എങ്ങനെയാണ് ഇത്ര ആൾക്കൂടെ അവിടെ റെഡിയാക്കി വെക്കുന്നത്? ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് പോവാണ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ആകെ 50-60 ദിവസമേ ഉള്ളൂ കേരളത്തിൽ. ഇനി സമര പരമ്പരകളായിരിക്കും. അപ്പോൾ എല്ലാം എടുത്തു വെച്ച് മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള 2023 സമൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴത്തേക്ക്? ഇലക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇലക്ഷൻ്റെ സമയത്തല്ല വരുന്നത് കറക്റ്റായിട്ട്. അതാ ഇലക്ഷൻ്റെ സമയത്ത് വരുന്നു, എല്ലാ പത്രങ്ങളും ഹെഡ്ലൈൻ അടിച്ചു കൊടുക്കുകയാണ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ചർച്ച ചെയ്യേണ്ട കാലത്ത് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്, ഇവർക്ക് ചാരന്മാരില്ലാത്തതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചാരൻ ഉണ്ടായിരുന്നോണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഈ സാധനം കിട്ടിയിട്ടുണ്ടാവുക. ഇത് നേരത്തെ കിട്ടിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഓരോ സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയത്തിലാണ് ഇവരുടെ ആവശ്യമെങ്കിൽ സ്വർണ്ണപ്പാളി വിഷയത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സമരം നടത്തി അടിയുണ്ടായത് കണ്ടോ നമ്മൾ? ഇതല്ല, ഇത് ഏറ്റവും സെൻസിറ്റീവായ ഏരിയയിൽ പോയി തൊടുകയാണ്. എന്താണ് പേരാമ്പ്രയുടെ പ്രത്യേകത? എന്താ? അവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, അവിടെ കോൺഗ്രസ് ഉണ്ട്, അവിടെ CPM ഉണ്ട്. ശക്തമായ 2 പാർട്ടികൾ. കോൺഗ്രസ് അവിടെയാണ് പോയി തൊടുന്നത് അല്ലേ? അവിടെ തൊട്ടാൽ എന്താ പ്രശ്നം? അവിടെ അടിയാവും, അവിടെ പ്രശ്നമാവും. അവിടെ എന്താണ്? അവിടെ കോൺഗ്രസിൻ്റെ എന്തൊരു നല്ല സ്ട്രോങ് ആയ പക്ഷമുണ്ട്, അല്ലെങ്കിൽ ലീഗും കോൺഗ്രസും കൂടെ UDFൻ്റെ സ്ട്രോങ് ആയ പക്ഷമുണ്ട്, അവിടെ CPMൻ്റെയും സ്ട്രോങ് ആയ പക്ഷമുണ്ട്. അവിടെ പോയി തൊടുകയാണ്. അതാണ് പറഞ്ഞത്, ഏറ്റവും സെൻസിറ്റീവായ സ്ഥലത്ത് പോയി തൊടുകയാണ്. അതിനെന്താ? അതിനകത്ത് നേതൃത്വം വഹിക്കാൻ പറ്റിയ ഒരു MP ഇറങ്ങിയിരിക്കുന്നുണ്ട്, ആ രീതിയിൽ ഇടപെടാൻ പറ്റിയ MP. കാരണം അത് അദ്ദേഹത്തിന് സെക്കൻഡ് കൊണ്ട് റീൽസ് വരും. അത് സെക്കൻഡായിട്ട് കാര്യം പറയും. ഞാൻ കോൺഗ്രസിനെ ഇതിനെ അപലപിക്കുകയാണ്, പൂർണ്ണമായിട്ട് അപലപിക്കുക. എന്തുകൊണ്ടെന്നറിയും? ഞാൻ ഇതിനെ ന്യായീകരിച്ചേനെ. കോൺഗ്രസിന് ഷാഫി പറമ്പിലിന് അടി കിട്ടിയ കാര്യം ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞേനെ. പക്ഷേ എന്താ അറിയോ, ഇന്ന് എന്താണ് റിപ്പോർട്ടർ TVയുടെ മാധ്യമപ്രവർത്തകർ അടി കിട്ടാൻ പറ്റും. 2 കൂടെ കൊടുക്കാനാണ് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ പറയുന്നത്. അങ്ങനെ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് 2 കിട്ടിക്കോട്ടെ എന്ന് നമുക്കൊരു പ്രശ്നമില്ലാന്നേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. ഇതെന്താ ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ? അത് നിങ്ങൾക്ക് മാത്രം കിട്ടാൻ പാടില്ല, ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് പറയുന്ന ശൈലി പാടില്ലല്ലോ. അപ്പോൾ ഒരു മര്യാദയില്ലാതെ പ്രവർത്തിക്കുക. മാധ്യമപ്രവർത്തനം എന്താണെന്ന് പോലും അറിയാതെയാണ് പഠിപ്പിക്കാൻ വരുന്നത്. എന്താണെന്ന് പോലും പറയും. പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ ഫോണിൽ വിളിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ന്യായീകരണം നടത്തുകയാണ്. നമ്മൾ വിഷ്വലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഈ പറഞ്ഞ AK അഭിലാഷ് കൈ മടക്കി ഇടിച്ചിട്ട് തള്ളിക്കൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയും അങ്ങനെ നടന്നിട്ടേ ഇല്ല, അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഇന്നലെ CPM പറഞ്ഞത് തന്നെയാണ്, ഷാഫി പറമ്പിൽ അടിച്ചിട്ടേ ഇല്ല എന്ന്. അങ്ങനെയല്ലേ? അത് പറ്റില്ല. ഷാഫി പറമ്പിലിനെ അടിച്ചു, അത് നിങ്ങൾ പറയുന്ന നുണയാണ്. പക്ഷേ എന്താ, റിപ്പോർട്ടർ TVൻ്റെ മാധ്യമപ്രവർത്തകർ കൈമടക്കിന് കുത്തുന്ന സമയത്ത് അത് നടന്നിട്ടില്ല എന്ന് കണ്ടോണ്ട് പറയുകയാണ്. ഇതെവിടുത്തെ ന്യായ? അപ്പം മര്യാദകളോട് പ്രവർത്തിക്കാനായി കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിനൊരു നേതാവിനെ കണ്ടെത്ത് ഫസ്റ്റ്. നിങ്ങൾ യൂത്ത് കോൺഗ്രസിന് ഒരു പ്രസിഡന്റിനെ കണ്ടെത്ത് ഫസ്റ്റ്. പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു DCC പ്രസിഡന്റിനെയും അതിനനുസരിച്ചുള്ള കുറച്ച് പ്രവർത്തകരെയും KPCC പ്രസിഡന്റ്മാരെയും പ്രവർത്തിക്കും. ഇതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ലല്ലോന്നേ. നമുക്കൊരു മാധ്യമപ്രവർത്തന പ്രശ്നം ഉണ്ടായാൽ, ഒരു മാധ്യമ സ്ഥാപനത്തിന് പ്രശ്നം ഉണ്ടായാൽ കോൺഗ്രസിനെ ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പറയൂ. കേരളത്തിൽ എത്ര നേതാക്കന്മാരെ വിളിക്കണം? ആരോടാണ് ചർച്ച ചെയ്യേണ്ടത്? ഒരു മാധ്യമപ്രവർത്തകരെ തല്ലിയാൽ, ഒരു മാധ്യമപ്രവർത്തകരെ മോശമായി പെരുമാറിയാൽ കോൺഗ്രസിൻ്റെ ആരോട് പറയണം? കേരളത്തിലുള്ള 20 MP പറയണോ? 144 MLA പറയണോ? KPCCൻ്റെ 10-75 വരുന്ന KPCC നേതാക്കന്മാരോടും പ്രസിഡന്റിനോടും പറയണോ? ആരോടാണ് പറയേണ്ടത്? ഒരാളോട് പറഞ്ഞാൽ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടില്ല, മറ്റേ ആളോട് പറഞ്ഞാൽ ഇയാൾക്ക് ഇഷ്ടപ്പെടില്ല. ഇവർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു വിഭാഗം, KC വേണുഗോപാലിൻ്റെ ഒരു വിഭാഗം, VD സതീശിൻ്റെ ഒരു വിഭാഗം, KPCC പ്രസിഡന്റ് ഒരു വിഭാഗം, പിന്നെ യൂത്ത് കോൺഗ്രസിൽ തന്നെ ഇവരുടെയൊക്കെ ഘടകകക്ഷികൾ വേറെ. അപ്പോൾ ഇവരോട് ആരോടൊക്കെയാണ് പറയുക? അപ്പോൾ ഇതങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ റിപ്പോർട്ടർ TV ആയിട്ടുള്ള പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ആരോടാ ചർച്ച ചെയ്യേണ്ടതെന്ന് പറ. ഒരു ദിവസം ഒരു നേതാവ് പറയുന്നില്ലല്ലോ മറ്റേ ദിവസം പറയുന്നത്. അപ്പം അടിച്ച് ഒതുക്കാം എന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എത്ര അടിച്ചൊതുക്കിയാലും ഈ സ്ഥാപനത്തിന് എല്ലുള്ളിടത്തോളം കാലം, ഇതിന് സംസാരിക്കാൻ ഓണയറിലേക്ക് പോകുന്നിടത്തോളം കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കെതിരെ ആയാലും ഭരണപക്ഷത്തിനെതിരെ ആയാലും. ഞങ്ങൾക്ക് CPMൻ്റെ അടിമപ്പണിയൊന്നും ഞങ്ങളിവിടെ ചെയ്യുന്നില്ല. ഞങ്ങളെന്താണ് ചെയ്യുന്നത്? CPMൻ്റെ വാർത്ത വരുമ്പോൾ CPMൻ്റെ വാർത്ത കൊടുക്കും, കോൺഗ്രസിൻ്റെ വാർത്ത വരുമ്പോൾ കോൺഗ്രസിൻ്റെ വാർത്ത തന്നെ കൊടുത്തു തന്നെ മുന്നോട്ട് പോകും. അതിന് ഞങ്ങൾക്ക് കേരളത്തിലെ ഒരു MLA ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് മൂടി വെക്കാനുള്ള മനസ്സാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല എന്ന്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെ നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി വാർത്ത ചെയ്യുന്ന മാധ്യമ സ്ഥാപനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ റിപ്പോർട്ടർ TVന് അത് കിട്ടില്ല. ഒരു ദിവസമേ മാധ്യമ സ്ഥാപനം നടത്താൻ പറ്റുള്ളൂ. ശക്തിയോടും ജനാധിപത്യ മൂല്യങ്ങൾ മുൻനിർത്തി മാധ്യമപ്രവർത്തനം നടത്തും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനേക്കാൾ 1 ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. ഇതുപോലെയുള്ള അപലപിക്കുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഇനിയെങ്കിലും നിർത്തുക. ഇത് നിങ്ങളുടെ കുഴി തോണ്ടുന്ന നിങ്ങളുടെ പരിപാടിയായി മാറും എന്നുള്ളത് മാത്രമേ എനിക്കിതിൽ പറയാം. ഇതിനിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റീഎൻട്രിക്ക് ശ്രമിക്കുന്നുണ്ട്.
ഇതിനിടയിലൂടെ സ്വർണ്ണ അതിനെല്ലാം ഓപ്പറേഷൻ നടത്തുന്നത് ഷാഫി പറമ്പിലാണ്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം സെക്കൻഡിനോട് കോഴിക്കോടെത്തി ബൈറ്റ് കൊടുക്കല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയുടെ സൈഡിൽ നിന്ന് ഫോട്ടോ പുറത്തേക്ക് വരല്ലേ, സെക്കൻഡ് കൊണ്ട് വരികയാണ്. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ ആർക്കാ ആവശ്യം രാഹുൽ മാങ്കൂട്ടം റീ എൻട്രിക്ക്? ഷാഫി പറമ്പിൽ മാത്രമാണ്. എല്ലാ കാലത്തും ഷാഫിക്ക് മാത്രമായിരുന്നു ആവശ്യം. ഏത് ഞാനിപ്പോ ഒരു കാര്യം നോക്കുമായിരുന്നു, നമ്മൾ എന്തൊക്കെ ഈ കോൺഗ്രസിനെതിരെ ചെയ്തു നോക്കിയ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണെന്നറിയോ, ഈ AICCക്ക് ഒരു കത്ത് കൊടുത്തു പാലക്കാട് ഇലക്ഷന്റെ സമയത്ത്. ആര്? അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും DCC പ്രസിഡന്റും MP എല്ലാം കൂടി ഒരു കത്ത് കൊടുത്തു. എന്താ അറിയോ, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞിട്ട്. ആ വാർത്ത അന്ന് കേട്ടിരുന്നെങ്കിൽ, അന്ന് ഷാഫി പറമ്പിലിന്റെ ഒറ്റ നിർബന്ധത്തിനാണ് എന്റെ പിൻഗാമിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് റീ എൻട്രി ഈ പഞ്ചായത്ത് ഇലക്ഷന് മുൻപ് നിർബന്ധമാണ്. അല്ലെങ്കിൽ പാലക്കാട് പോയിട്ട് അവിടെ MLA ഇല്ലാത്ത ആൾ മത്സരിക്കേണ്ടി വരും. അല്ലെ, മനസ്സിലായില്ലേ? 10-17 പഞ്ചായത്തുണ്ട് അവിടെ. ആ പഞ്ചായത്തുകൾ മുഴുവൻ നമുക്ക് തിരിച്ചിട്ടുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി. അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം എൻട്രി നിർബന്ധമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് രാഹുൽ മാങ്കൂട്ടം. അവിടെ ഞാൻ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനും ഈ പറഞ്ഞ ഷാഫി പറമ്പിലും ഈ റീൽ സംഘം ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ടല്ലോ. കേരളത്തിൽ ചിലപ്പോൾ ആ പഞ്ചായത്തിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ, ആ മണ്ഡലത്തിൽ ചിലപ്പോൾ ഒരു 10 സീറ്റ് കിട്ടുമായിരിക്കും. പക്ഷെ ബാക്കിയുള്ള കേരളത്തിലെ മുഴുവനുണ്ടല്ലോ പെട്ടി അടച്ചിരിക്കേണ്ടി വരും.